അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തെന്നിന്ത്യയിലെ അജ്മീർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉള്ളാൾ എന്ന പ്രദേശത്തിനിക്ക് ഇസ്ലാമികമായി ഏറിയ പഴക്കമുണ്ട്. മംഗലാപുരത്ത് നിന്ന് 10 കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഒരു നാടാണ് ഉള്ളാൾ. ഔലിയാക്കളുടെ നേതാവ് സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ആഗമനം കൊണ്ടാണ് ഈ നാടിന്റെ ഖ്യാതി വാനോളം ഉയർന്നത്. മഹാനായ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്ര വീഡിയോ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണണം. മഹാനവറുകളുടെ ചരിത്ര പുസ്തകത്തിലുള്ള ചില കറാമത്തുകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. മംഗലാപുരം തുറമുഖത്ത് ചരക്കുമായി വന്ന ഒരു കപ്പലിൽ നിന്ന് ചരക്ക് കാലിയാക്കുന്നതിനിടെ കപ്പൽ അധികൃതരുടെ സമ്പാദ്യം നിറഞ്ഞ പണസഞ്ചി കടലിലേക്ക് ഒഴുകി വീണു. കപ്പൽ ജീവനക്കാർ അതീവ ദുഃഖിതരായി. കഠിന വ്യാകുലതയോടെ മംഗലാപുരത്ത് കാൽകുത്തിയപ്പോൾ അവിടെ ഉണ്ടായ സഹപാഠികളിൽ നിന്ന് മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ തിരു സാന്നിധ്യത്തെക്കുറിച്ച് അറിയാനും അങ്ങോട്ട് ചെന്നാൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടെന്ന് അറിയുവാനും സാധിച്ചു. അവർ ഉള്ളാളത്തെത്തി തിരുസമക്ഷം നഷ്ടപ്പെട്ട സഞ്ചിയെക്കുറിച്ച് പരാതി ബോധിപ്പിച്ചപ്പോൾ ആഗതരെ അടുത്ത ദിവസം വരാൻ പറഞ്ഞ് മടക്കി അയച്ചു. മദനി തങ്ങൾ കൽപ്പിച്ചതുപോലെ പിറ്റേ ദിവസം അവർ വന്നപ്പോൾ മഹാനവറുകൾ ഇരിപ്പിടത്തിന്റെ പിന്നിലേക്ക് കൈനീട്ടി ഒരു സഞ്ചി മുമ്പിലേക്ക് വലിച്ചു. കപ്പൽ അധികൃതരോട് ഇത് നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചു. അത്ഭുതം നോക്കുമ്പോൾ ഇന്നലെ കടലിന്റെ ആഴത്തിലേക്ക് വഴുതി വീണ പണസഞ്ചി മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. സന്തോഷത്തോടെ മദനി റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് അത് എടുത്ത് അവർ മടങ്ങി. മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ കറാമത്തിലൂടെ അവരുടെ നഷ്ടപ്പെട്ടിരുന്ന പണസഞ്ചി തിരിച്ചു കിട്ടി. ഉള്ളാൾ മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അവിടുത്തെ സഹധർമ്മിണി മഹാനവറുകളെ സമീപിച്ചു പറഞ്ഞു, എന്റെയും അങ്ങയുടെയും ഇടയിലുള്ള വേർപാടിന്റെ സമയമാണല്ലോ ഇത്. ഇനി എനിക്ക് തുണയാകാൻ മറ്റാരുണ്ട്? ഈ പ്രയാസഘട്ടത്തിൽ എന്റെ ചിലവ് വഹിക്കാൻ മറ്റാരുമില്ലല്ലോ എന്ന് വേവലാതിപ്പെട്ടപ്പോൾ അവിടുന്ന് സഹധർമ്മിണിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാ ദിവസവും എന്റെ ഖബറിനെ സിയാറത്ത് ചെയ്ത് ഖബറിന്റെ കാൽഭാഗത്ത് അത്ഭുത സിദ്ധിയിലൂടെ കിട്ടുന്ന 1 രൂപ കൊണ്ടുപോയി ചിലവ് നടത്തണമെന്ന് പറഞ്ഞു. മദനി തങ്ങളുടെ ഭാര്യ ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന 1 രൂപ സിയാറത്തിന് ശേഷം എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് മഹദി തന്റെ കൂട്ടുകാരി 1 രൂപ പൂർണ്ണമായും ചിലവ് ചെയ്യാതെ പകുതി സൂക്ഷിച്ചു വെക്കണം എന്ന് ഉപദേശിച്ചതുപോലെ പൂർണ്ണമായും ചിലവ് ചെയ്യാതെ പകുതി സൂക്ഷിച്ചു വെച്ചു. പിറ്റേ ദിവസം രാവിലെ ഒരത്ഭുതം. മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ കാൽനടി ഭാഗത്ത് സഹധർമ്മിണിക്ക് ലഭിക്കാറുള്ള 1 രൂപക്ക് പകരം ഇന്ന് ലഭിച്ചത് അതിന്റെ പകുതിയാണ്. മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ കൽപ്പന മറികടന്ന് മറ്റാരോ പറഞ്ഞതനുസരിച്ച് ശിക്ഷ എന്ന നിലയ്ക്ക് ജീവിതാവസാനം വരേക്കും 1/2 രൂപ കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ടി വന്നു. ഉള്ളാൾ ജമാഅത്ത് മറ്റു നാടുകളിലെ ജമാഅത്തുകളേക്കാൾ തികച്ചും വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മദനി റളിയല്ലാഹു അൻഹു തങ്ങൾ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളാൾ മേങ്ങാടിയിലെ വലിയ ജുമാഅത്ത് പള്ളി കേന്ദ്രമാക്കി മറ്റു 30-ൽ പരം നാടുകളെ 4 ഖറിയകളാക്കി വിഭജിച്ചു. ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി പഴയ കാലം തൊട്ട് നടത്തി വരികയാണ്. പല നാടുകളും ചെറിയ പ്രശ്നങ്ങൾ കാരണം പിളർന്നു പോകുന്നുണ്ടെങ്കിലും മദനി റളിയല്ലാഹു അൻഹുവിന്റെ ആത്മീയ നേതൃത്വം കൊണ്ട് ഈ നാട് ഇന്നും വിള്ളലില്ലാതെ ഐക്യത്തോടുകൂടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇവിടെ പരസ്പരം തീരെ തർക്കമില്ല എന്നല്ല, മറിച്ച് എത്ര വലിയ തർക്കങ്ങളുണ്ടായാലും അതിന് ഇവിടെ മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുക്കൽ വന്നാൽ പരിഹാരം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഒരിക്കൽ ജമാഅത്തിനിടയിൽ ഒരു വലിയ തർക്കമുണ്ടായി. പല മഹല്ലുകളും ചേരിചേർന്ന് 2 വിഭാഗമാക്കി പ്രശ്നം മൂർച്ഛിച്ചു. ആരോപണവും മറുപടിയുമായി തർക്കം നീണ്ടുപോയി. ആർക്കും പരിഹരിക്കാൻ സാധിച്ചില്ല. പ്രശ്നം പരിഹരിച്ചു കിട്ടാൻ ഏറ്റവും അവസാനത്തെ വഴി എന്ന നിലക്ക് എല്ലാവരും ചേർന്ന് മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ജാറത്തിന്റെ അടുക്കൽ വന്നു. ഈ പ്രശ്നത്തിനു പരിഹാരം കാണാൻ ആവലാതി സമർപ്പിച്ചപ്പോൾ തൽക്ഷണം തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടായി. എന്തോ കാരണത്താൽ പലർക്കും നഷ്ടപ്പെട്ടിരുന്ന സാഹോദര്യവും സ്നേഹവും തിരിച്ചു കിട്ടി. പ്രശ്നങ്ങളുണ്ടാക്കാൻ കാരണം നോക്കി നടന്നവർക്ക് യാതൊരു കാര്യത്തിലും പിന്തുണയില്ലാതെ ആയതിനാൽ നിരാശരായി അവർ മടങ്ങേണ്ടി വന്നു. മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ കറാമത്ത് കാരണമായി പിളരാൻ അണിയായ നാട് ഒന്നായി ചേർന്ന്
മുന്നോട്ടു നീങ്ങി. ആ മുസ്ലിം സഹോദരന്റെ ഉടമയിൽ ഉണ്ടായിരുന്ന ഒരു വീട്ടിൽ മാടവർ തറവാട്ടിലെ 2 യുവതികൾ താമസിച്ചിരുന്നു. ജ്യേഷ്ഠത്തി വിവാഹിതയും അനുജത്തി അവിവാഹിതയുമായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അവിചാരിതമായി വീട് വിട്ടുകൊടുക്കാൻ ഉടമസ്ഥൻ ഉത്തരവിട്ടു. പെട്ടെന്നുണ്ടായ സംഭവ വികാസത്താൽ ദുഃഖിതരായ കുടുംബം മദനി റളിയല്ലാഹു അൻഹു തങ്ങളെ സമീപിച്ച് കാര്യം ബോധിപ്പിച്ചു. മഹാനവറുകൾ വീട് ഒഴിയേണ്ടെന്നും നിങ്ങൾ അവിടെ തന്നെ താമസം തുടരണമെന്നും കൽപ്പിച്ചു. അന്ന് രാത്രി വീടിന്റെ ഉടമസ്ഥൻ കിടന്നുറങ്ങുമ്പോൾ മദനി റളിയല്ലാഹു അൻഹു തങ്ങൾ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവന്റെ കവിളിൽ ഒരടിയടിച്ച് അവനോട് പറഞ്ഞു, നിന്റെ ഉടമയിലുള്ള വീട്ടിൽ താമസിക്കുന്ന പാവപ്പെട്ട കുടുംബത്തിന് ആ വീടും സ്ഥലവും വിട്ടുകൊടുക്കണം. കാര്യം ചെയ്തില്ലെങ്കിൽ ആജീവാനന്ദം നിനക്ക് നാശമെത്തുമെന്ന് ഉണർത്തി. പിറ്റേ ദിവസം രാവിലെ വീടിന്റെ ഉടമസ്ഥർ മദനി റളിയല്ലാഹു അൻഹു തങ്ങളിലേക്ക് ഓടി മഹാനവരുടെ പാദം സ്പർശിച്ചുകൊണ്ട് അവർ താമസിക്കുന്ന വീടും സ്ഥലവും അവർക്കു തന്നെ ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ അവർക്കത് നൽകുകയും ചെയ്തു. അങ്ങനെ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ട സമാധാനം തിരിച്ചുകിട്ടി. തുടർന്ന് ആ കുടുംബം നൂറ്റാണ്ടുകൾക്ക് ശേഷവും ആ വീട്ടിൽ താമസിച്ചു വന്നിരുന്നു. മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഉറൂസിന് മുന്നോടിയായി മുമ്പ് കാലത്ത് കർണാടകയുടെയും കേരളത്തിന്റെയും മറ്റമായ തലപ്പാടിയിൽ നിന്ന് ഒരു ജാഥ പോകുന്ന പതിവ് ഉണ്ടായിരുന്നു. അതിൽ പല നാട്ടുകാരും പല മതക്കാരും സംബന്ധിക്കാറുണ്ട്. കൂട്ടത്തിലുള്ള ഒരാളുടെ കയ്യിലുണ്ടായിരുന്ന വെടിമരുന്ന് പൊട്ടിച്ചിട്ടും പൊട്ടാതെ കയ്യിൽ ബാക്കിയായി. ശേഷം അവൻ വീണ് ഊതുമ്പോൾ നേരത്തെ പൊട്ടാതെ ബാക്കിയായ ആ വെടിമരുന്ന് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. അപകടം ഉറപ്പിച്ച് കൂടെയുള്ളവർ അദ്ദേഹത്തെ നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് വലിയ ഒരത്ഭുതം മാത്രമാണ്. കയ്യിലും മുഖത്തും ചെറിയ ഒരു നിറവ്യത്യാസം മാത്രമുണ്ടായി എന്നല്ലാതെ ഒരു പരിക്കുപോലും പറ്റിയിട്ടില്ല. മറ്റൊരു പ്രാവശ്യം ഉള്ളാളിന്റെ പരിസര പ്രദേശമായ ഉച്ചിലത്തിനടുത്ത് വീടുകളുടെ സമീപത്തിലൂടെ ജാര നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വെടിയുണ്ടെങ്കിൽ പൊട്ടിച്ചപ്പോൾ സമീപത്തിലെ വീടിന്റെ മട്ടുമ്മൽ തീ പടർന്നെത്തി. മാത്രമല്ല തീ ആളിക്കത്തി. പക്ഷെ വീടിനും മറ്റു യാതൊരു നഷ്ടവും വരുത്തിയില്ല. ഈ 2 സംഭവങ്ങളിലും മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ അമാനുഷികത കാരണം ഒരു ചെറിയ നാശം പോലും സംഭവിച്ചില്ല. മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഉറൂസ് പരിപാടിയിൽ ജാതിമത ഭേദമന്യേ പലരും സംബന്ധിച്ചിരുന്നു. ഉറൂസിന്റെ വിജയത്തിനു വേണ്ടി എല്ലാ വിഭാഗവും അവരാൽ കഴിഞ്ഞിരുന്ന എല്ലാ നിലക്കുമുള്ള സേവനങ്ങളും അർപ്പിച്ചിരുന്നു. മഖാമിൽ പെയിന്റടിക്കാൻ ഒരു അമുസ്ലിം സുഹൃത്ത് ഏറ്റെടുത്തു. ജോലി ഭംഗിയായി നിർവഹിക്കാതെ വളരെ പെട്ടെന്ന് പണി പൂർത്തിയാക്കി നിശ്ചയിച്ച തുക വാങ്ങി മടങ്ങി. പക്ഷേ പെട്ടെന്ന് താൻ ചെയ്ത അന്യായത്തിന് ഖേദിക്കാൻ ഏറെ സമയം വേണ്ടി വന്നില്ല. താൻ ചെയ്ത പാപത്തിന് ക്ഷമ തേടിക്കൊണ്ട് മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മഖാമിലേക്ക് ഓടി വന്നു. ചന്ദനത്തിരി കത്തിച്ച് മാപ്പു തേടി ദുആ ചെയ്തപ്പോൾ എല്ലാ പ്രശ്നങ്ങളും നീങ്ങി അവന് മോചനം ലഭിച്ചു. മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഉറൂസിനെ കുറിച്ച് അത് ഉറൂസല്ല ബുറൂസ് ആണ് എന്ന് ഒരു കപടവിശ്വാസി നിന്ദിച്ചു. ആ കപടവിശ്വാസിക്ക് വലിയ നാശമെത്തി. മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഉറൂസിനെ നിന്ദിച്ചത് കൊണ്ടാണെന്ന് മനസ്സിലാക്കി അവൻ കുറച്ചു രൂപയും ഒരു പശുവിനെയും നേർച്ചയാക്കി മക്കാമിലേക്ക് സമർപ്പിച്ചു. അങ്ങനെ അവനെത്തിയ ബുദ്ധിമുട്ട് നീങ്ങിക്കിട്ടി. ഉറൂസ് നടക്കുന്ന സമയത്ത് അതിൽ സംബന്ധിക്കാതെ മീൻ പിടിക്കാൻ വേണ്ടി മത്സ്യത്തൊഴിലാളികൾ അന്നും സമുദ്രത്തിലിറങ്ങി. നാടിന്റെ എല്ലാ നിലക്കുമുള്ള ഉയർച്ചയ്ക്ക് പ്രധാന കാരണമായ മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഉറൂസിനു ഭാഗവാക്കാതെ കടലിൽ ഇറങ്ങിയപ്പോൾ 2 ഓടം കടലിൽ മുങ്ങി. തൽക്ഷണം നാട്ടുകാർ മുഴുവനും മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുക്കൽ ഓടി വന്നു. മാപ്പ് അപേക്ഷിച്ചപ്പോൾ മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ കറാമത്ത് കൊണ്ട് നാശങ്ങളില്ലാതെ ആ വലിയ സംഭവം അവസാനിച്ചു. ക്രിസ്തുമതക്കാരനായ ഒരു സഹോദരന്റെ 2 സ്വർണമാല മോഷ്ടിക്കപ്പെട്ടു. തേടി നടന്ന് 2 സംവത്സരം തന്നെ കഴിഞ്ഞു. അതിനുശേഷം നഷ്ടപ്പെട്ട തന്റെ മാലകൾ തിരിച്ചു കിട്ടണമെന്നും ചുരുങ്ങിയത് അത് ആരുടെ അടുക്കലാണ് ഉള്ളത് എന്നെങ്കിലും അറിയണമെന്ന് മദനി റളിയല്ലാഹു അൻഹു തങ്ങളെ സിയാറത്ത് നടത്തി തന്റെ ആവലാതി ബോധിപ്പിച്ചു. മഖാമിൽ നിന്ന് മടങ്ങി. പിറ്റേ ദിവസം രാവിലെ മംഗലാപുരം ഹമ്പൻകട്ടയിൽ നടന്നു പോകുന്ന നേരം പെട്ടെന്ന് ഒരു സ്ത്രീയെ അവൻ കണ്ടുമുട്ടി. 2 വർഷം വരെ പരതി നടന്ന സ്വർണമാല അവളിൽ കണ്ട് അത് തന്റേതാണെന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. മാല തന്റേതാണെന്ന് സ്ഥിരപ്പെടുത്തി അപ്പോൾ തന്നെ തിരിച്ചു വാങ്ങി. മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ കറാമത്ത് കാരണം 2 വർഷത്തിലേറെയായ നഷ്ടപ്പെട്ട സ്വർണമാല തിരിച്ചു കിട്ടി. സയ്യിദ് മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മഖാമിലേക്ക് നേർച്ചയാക്കി ലക്ഷ്യം നേടിയവരാണ് പലരും. ഓരോ ദിവസവും മദനി തങ്ങളുടെ ദർഗയിലേക്ക് വരുന്നവരിൽ പലരും അവരുടെ ഉദ്ദേശം പൂർത്തിയാക്കിയതിനാൽ നേർച്ച പൂർത്തീകരിക്കാൻ വേണ്ടി വരുന്നവരാണ്. ചരിത്രത്താളുകൾ
നാടുകളിലൊക്കെ ഒന്ന് കണ്ണോടിച്ചാൽ സ്വന്തം വീടിന്റെ മുറ്റത്ത് മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ പേരിൽ നേർച്ചയാക്കി തെങ്ങിന് ചെടി നടുന്നവരുണ്ട്. മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ പേരിൽ ആടിനെ വിട്ടയച്ചാൽ അത് സ്വന്തമായി ആയിരക്കണക്കിന് നാഴികക്കപ്പുറത്ത് നിന്ന് പോലും നടന്നോ വാഹനത്തിൽ കയറിയോ ഉറൂസിന്റെ സമയത്തും മറ്റും ഉള്ളാളത്തെത്തിയ സംഭവങ്ങൾ അറിയാൻ കഴിയുന്നു. ഉള്ളാളിലേക്കുള്ള നേർച്ചയുടെ മണിപ്പഴസും പേറിക്കൊണ്ട് തെക്കൻ കേരളത്തിൽ നിന്നും സ്വന്തമായി വന്ന ആടിനെക്കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിരുന്നു. വിദഗ്ധന്മാരായ ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത വ്യാധികൾ, ഭീകരമായ രോഗങ്ങൾ മദനി റളിയല്ലാഹു അൻഹു തങ്ങളെ സമീപിച്ച ഖുർആനിലെ സൂക്തങ്ങൾ പാരായണം ചെയ്ത് ദുആ ചെയ്തപ്പോൾ സുഖമായിട്ടുണ്ട്. പ്രസവം പ്രയാസമായപ്പോൾ മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ പേരിൽ നേർച്ച ചെയ്തത് കാരണം തൽസമയം സുഖപ്രസവം നടന്നതും സ്വീകാര്യയോഗ്യമായ പൂർവികരിൽ നിന്നുദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നീച പിശാചുക്കളുടെ ബുദ്ധിമുട്ടിൽ നിന്നും നീച ആത്മാക്കളിൽ നിന്നുണ്ടാകുന്ന ഇടങ്ങേറുകളിൽ നിന്നും വളരെ പെട്ടെന്ന് മദനി റളിയല്ലാഹു അൻഹു തങ്ങൾ മോചനം നൽകി. ഒരു നിലക്കുമുള്ള ചികിത്സ കൊണ്ടും സുഖപ്പെടുത്താത്ത ഭ്രാന്ത് പിടിച്ച ഒരു മനുഷ്യൻ മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മക്കാമിലേക്കുള്ള പ്രവേശന കവാടത്തിനടുത്ത് കാൽ കഴുകാനുള്ള കരിങ്കല്ലിന്റെ ഒരു ടാങ്ക് ഉണ്ടാക്കി അത് നേർച്ചയാക്കി സമർപ്പിച്ചപ്പോൾ അവന്റെ ഭ്രാന്ത് സുഖപ്പെട്ടു. ജാതിമത വ്യത്യാസമില്ലാതെ നാട്ടിലെ പ്രഗത്ഭരും സാധാരണക്കാരും ഒരുപോലെ മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ സമീപത്ത് വന്ന് അതീവ ആദരവോടെ ഭക്തിയോടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് അതിനുള്ള മോചനത്തിന് വെമ്പൽ കൊള്ളുന്നത് ഇവിടെ സാധാരണയാണ്. 5 വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള ഇവിടുത്തെ ഉറൂസ് പരിപാടിയിൽ ജനലക്ഷങ്ങൾ സംബന്ധിക്കുന്നത് വളരെ പ്രസിദ്ധമാണ്. ഒരുമിച്ചു കൂടിയവർക്കെല്ലാം ആട്ടിറച്ചിയുടെ ഭക്ഷണം ചീരണിയായി വിതരണം ചെയ്യലാണ് ഇവിടുത്തെ പതിവ്. ഒരു ഉറൂസിന്റെ ഭക്ഷണത്തിന് ആട്ടിറച്ചി തയ്യാറാക്കുമ്പോൾ ഒരാൾ ആടിന്റെ തുടയുടെ ഭാഗം പാകം ചെയ്യാൻ ഒരുമിച്ചു കൂട്ടിയ മറ്റു മാംസത്തിന്റെ കൂട്ടത്തിൽ ഇടാതെ തട്ടിയെടുത്ത് മാറ്റിവെച്ചു. താൻ മോഷ്ടിച്ചത് മറ്റുള്ളവർ അറിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനിടയിൽ തന്നെ മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ അത്ഭുത സിദ്ധി കാരണമായി അവന്റെ വായയിലും വയറിന്റെ ഉള്ളിലും ശക്തിയായ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. സഹിക്കവയ്യാതായപ്പോൾ അവൻ നിലവിളിക്കാൻ തുടങ്ങി. ശേഷം താൻ മോഷ്ടിച്ച വിവരം സ്വയം വെളിപ്പെടുത്തി. ഉടനെ ആ മാംസത്തെ പാകം ചെയ്യാൻ ഒരുമിച്ചു കൂട്ടിയ മറ്റു മാംസത്തിന്റെ കൂടെ കൂട്ടി. തുടർന്ന് മദനി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് നേർച്ച സമർപ്പിച്ച് താൻ ദുർബല നിമിഷത്തിൽ ചെയ്തു പോയ പാപത്തിൽ നിന്ന് ഖേദിച്ച് ദുആ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായും സൗഖ്യം ലഭിച്ചു. മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ആത്മീയ നേതൃത്വത്തിലായി പ്രവർത്തിക്കുന്ന ട്രസ്റ്റിന്റെ കീഴിൽ 14 ജുമാഅത്ത് പള്ളിയടക്കം 28 പള്ളികളും 30 മദ്രസകളും ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുത്ത സയ്യിദ് മദനി അറബി കോളേജ്, ഭൗതിക കലാലയങ്ങൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, വനിതാ സ്കൂൾ, തൊഴിൽ പരിശീലന കേന്ദ്രം തുടങ്ങിയവയെല്ലാം പ്രവർത്തിച്ചു വരുന്നു. സമുദായത്തിന്റെ നന്മക്കാവശ്യമായ എല്ലാം ഇവിടെയുണ്ട്. എല്ലാ കാര്യങ്ങളിലും മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ പൊരുത്തവും സമുദായത്തിന്റെ നന്മയുമാണ് ലക്ഷ്യമിടുന്നത്. തുടങ്ങി ഒട്ടനവധി കറാമത്തുകളുണ്ട് മഹാനായ മദനി തങ്ങളെ കുറിച്ച് പറയാൻ. അല്ലാഹു തആല അവിടുത്തെ ദറജകളെ ഏറ്റിക്കൊടുക്കട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ മഖാമിൽ വന്ന് സിയാറത്ത് ചെയ്ത് ഈ മഹാന്റെ പൊരുത്തവും കാവലും നേടാൻ ശ്രമിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അല്ലാഹു തആല അവിടുത്തെ പൊരുത്തവും കാവലും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി